ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. പശ്ചാത്താപവും ശുദ്ധിയും എന്ന വിഷയത്തെപ്പറ്റി അല്പസമയം ചിന്തിക്കുവാൻ നമ്മൾക്ക് ഒന്നിച്ച് കർത്താവിൽ ശരണപ്പെടാം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഹൃദയത്തിൽ പശ്ചാത്താപവും ശുദ്ധിയും നിലകൊള്ളുന്നുണ്ട്. പശ്ചാത്താപം ഇല്ലാതെ സൗഖ്യമില്ല, ശുദ്ധിയില്ലാതെ ദൈവ സാന്നിധ്യവും ഇല്ല. പശ്ചാത്താപത്തിന് ബൈബിളിൽ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദമാണ് മെതാനോയ. അത് ചിന്തയിലും ഹൃദയത്തിലും ജീവിത ദിശയിലും സംഭവിക്കുന്ന മാറ്റമാണ്. ഇത് ഒരു തവണ സംഭവിക്കുന്ന കാര്യമല്ല, മറിച്ച് ജീവിതം മുഴുവൻ നീളുന്ന യാത്രയാണ്. ദുഃഖമല്ല, സന്തോഷവും മധുരവുമുള്ള വഴിയാണ്. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ 51:3 പറയുന്നു. യഥാർത്ഥ പശ്ചാത്താപം പാപത്തെ മറയ്ക്കാതെ, ന്യായീകരിക്കാതെ ദൈവത്തിൻ്റെ കരുണയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിലാണ് തുടങ്ങുന്നത്. എന്താണ് യഥാർത്ഥ പശ്ചാത്താപത്തിൻ്റെ ആവശ്യകതകൾ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്, ദൈവത്തോടുള്ള ശക്തമായ സ്നേഹം. ദൈവത്തെ സ്നേഹിക്കാത്തവനെ പാപം വേദനിപ്പിക്കില്ല. ദൈവസ്നേഹം പാപബോധം ഉണർത്തുന്നു. ദൈവം ലോകത്തേക്കാൾ വിലപ്പെട്ടവനാകുമ്പോൾ പാപം കയ്പായി പോകും. ഈ സ്നേഹമില്ലാതെ, യാതൊരു കുറ്റബോധമോ ലജ്ജയോ കൂടാതെ മനുഷ്യർക്ക് പാപത്തിൽ ജീവിക്കുവാൻ കഴിയും. ദൈവം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായി, അഭിലാഷമായി തീരുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തരം ആരംഭിക്കുന്നത്. രണ്ടാമത്, തകർന്ന ഹൃദയം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. യോവേൽ 2:12. ഖേദമില്ലാത്ത ഒന്നിനെക്കുറിച്ചും നിങ്ങൾക്ക് പശ്ചാത്തപിക്കുവാൻ കഴിയില്ല. തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. മൂന്നാമത്, ഇനി പാപം ചെയ്യില്ല എന്ന ആത്മാർത്ഥമായ ആഗ്രഹം പശ്ചാത്താപത്തിന് അനിവാര്യമാണ്. നാം പലപ്പോഴും ഒരേ പാപങ്ങളിൽ തന്നെ വീണ്ടും വീണുപോകാറുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ പശ്ചാത്താപം വ്യാജമാണെന്നല്ല, മറിച്ച് പശ്ചാത്താപം എന്നത് ഒരു ആത്മീയ പോരാട്ടമാണെന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ആത്മാവിനെ നശിപ്പിക്കുന്നത് വീഴ്ചകളല്ല, മറിച്ച് പ്രത്യാശ കൈവിട്ട് എഴുന്നേൽക്കാൻ വിസമ്മതിക്കുന്നതാണ്. പ്രത്യാശയില്ലാത്ത കുറ്റസമ്മതം മരണത്തിലേക്കും പ്രത്യാശയോടുള്ള പശ്ചാത്താപം ജീവനിലേക്കും നമ്മളെ നയിക്കുന്നു. നാലാമത്, പ്രാർത്ഥന പശ്ചാത്താപത്തിൻ്റെ സൗന്ദര്യമാണ്. യഥാർത്ഥ പശ്ചാത്താപം ദൈവത്തോട് സംസാരിക്കേണ്ടതുണ്ട്. 51-ാം സങ്കീർത്തനം സഭാ നടപടിക്രമം അനുസരിച്ച് സാവധാനം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ പാപങ്ങളെ പേരെടുത്ത് പറയുക. ദൈവം മുമ്പാകെ കുമ്പിടുക. പാപമോചനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപാന്തരത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് സൗഖ്യം നൽകുന്നു. ദൈവം നമ്മോട് ക്ഷമിക്കാൻ മാത്രമല്ല, നമ്മെ രൂപാന്തരപ്പെടുത്തുവാനും നാം അപേക്ഷിക്കുന്നു. അഞ്ചാമത്, പുരോഹിതന്റെ മുമ്പാകെയുള്ള കുറ്റസമ്മതം. പാരമ്പര്യ ഓർത്തഡോക്സ് സഭകളിൽ പുരോഹിതന്റെ മുമ്പാകെയുള്ള പാപസങ്കീർത്തനം പഠിപ്പിക്കുന്നു. കാരണം അത് ബൈബിൾ അധിഷ്ഠിതവും ശ്ലൈഹികവും സൗഖ്യദായകവുമാണ്. പഴയ നിയമത്തിൽ പശ്ചാത്താപത്തിന്റെ മധ്യസ്ഥനായി ദൈവം പുരോഹിതനെ നിയമിച്ചു. ലേവ്യ പുസ്തകം 5:1-6 വരെയുള്ള വാക്യങ്ങളിൽ നാഥാൻ പ്രവാചകൻ പ്രഖ്യാപിച്ചപ്പോഴാണ് ദാവീദ് രാജാവിന് പാപമോചനത്തിന്റെ ഉറപ്പ് ലഭിച്ചത്. 2 ശമൂവേൽ 12:13.
തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവൻ ശുഭപ്പെടുകയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സദൃശ്യവാക്യങ്ങൾ 28:13. പുതിയ നിയമത്തിൽ ജനങ്ങൾ സ്നാപക യോഹന്നാനോട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞിരുന്നു. മത്തായിയുടെ സുവിശേഷം 3:1 മുതൽ ഉള്ള 6 വരെയുള്ള വാക്യങ്ങൾ. യേശു തമ്പുരാൻ തന്നെ അപ്പസ്തോലന്മാർക്ക് അധികാരം നൽകി. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവർക്ക് ക്ഷമിക്കപ്പെട്ടിരിക്കും. യോഹന്നാൻ 20:22-23 വാക്യങ്ങൾ. ആദിമസഭ ഇത് പരസ്യമായി അനുഷ്ഠിച്ചിരുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 19:18. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. സഭാപിതാക്കന്മാർ പാപ സങ്കീർത്തനത്തെ വിനയത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും മാർഗമായി പഠിപ്പിച്ചു. മുറിവുകൾ വൈദ്യന് കാണിച്ചു കൊടുക്കുന്നത് പോലെ ആത്മാവ് സൗഖ്യം പ്രാപിക്കാൻ പാപങ്ങൾ ഏറ്റുപറയണം. പാപ സങ്കീർത്തനത്തിൻ്റെ ഫലങ്ങൾ. പാപ സങ്കീർത്തനം അഹങ്കാരത്തെ തകർക്കുന്നു, താഴ്മയെ നൽകുന്നു, പാപമോചനത്തിൻ്റെ ഉറപ്പ് നൽകുന്നു, കുറ്റബോധത്തെ ബലിപീഠത്തിലേക്ക് മാറ്റുന്നു, ആത്മീയ മാർഗനിർദ്ദേശം നൽകുന്നു. ഇത് ശിക്ഷയല്ല, മറിച്ച് ആത്മാവിനുള്ള ഔഷധമാണ്. പ്രിയപ്പെട്ടവരെ, പശ്ചാത്താപവും വിശുദ്ധിയും ഭാരമേറിയ ഒരു പ്രവൃത്തിയല്ല. അവ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴികളാണ്. പാപം ഏറ്റുപറയുമ്പോൾ കൃപ നമ്മിലേക്ക് ഒഴുകുന്നു. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവം അടുത്ത് വരുന്നു. ഇതാണ് ക്രിസ്തു നമ്മെ വിളിക്കുന്ന ജീവിതം. തുടർച്ചയായ പശ്ചാത്താപത്തിൻ്റെയും പ്രകാശമാനമായ വിശുദ്ധിയുടെയും ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ദയാലുവുമായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നതിനാൽ അവയെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറയുന്നു. പലപ്പോഴും അങ്ങയേക്കാൾ ഉപരിയായി ഞങ്ങൾ ലോകത്തെ സ്നേഹിച്ചുവെന്നും പാപത്തോട് ഉദാസീനത കാണിച്ചുവെന്നും ഞങ്ങൾ സമ്മതിക്കുന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. പുതുക്കപ്പെട്ട ഒരു ആത്മാവിനെ ഞങ്ങളിൽ ഉളവാക്കണമേ. പാപത്തെ വെറുക്കുന്ന ഹൃദയവും വിശുദ്ധിക്കായി കൊതിക്കുന്ന ഇച്ഛാശക്തിയും എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ മാത്രം ആഗ്രഹിക്കുന്ന സ്നേഹവും യഥാർത്ഥമായ പശ്ചാത്താപവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അഹങ്കാരത്തെ തകർക്കണമേ. ഞങ്ങളുടെ ലജ്ജയെ മാറ്റണമേ. വിനയത്തിലേക്കും സത്യത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. ആത്മാർത്ഥമായി ഏറ്റുപറയുവാനും നിരന്തരം പശ്ചാത്തപിക്കാനും സന്തോഷത്തോടെ വിശുദ്ധിയിൽ ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ കഴുകി വെടിപ്പാക്കി വീണ്ടെടുക്കണമേ. ഞങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കാനും അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുവാനും ഇടയാക്കണമേ. സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാലും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്താലും തന്നെ. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.